ക്രൂശിത വഴിയിലൂടെ 15-ാം ദിനം. ഒരിക്കൽ താൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഒരു ലിസ്റ്റായി എഴുതാൻ പറഞ്ഞപ്പോൾ ആ ലിസ്റ്റ് എഴുതി. ഇതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നൊന്നായി മായ്ച്ചു കളഞ്ഞ് അവസാനം 2 പേരുകൾ ശേഷിച്ചു. ഒന്ന് തൻ്റെ ജീവൻ്റെ ഭാഗമായ തൻ്റെ കുഞ്ഞും, മറ്റേത് താൻ ജീവിതത്തിൽ സ്നേഹിക്കുന്ന തൻ്റെ ജീവിത പങ്കാളിയുമായിരുന്നു. ഇതിലാരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യാതൊരു സംശയവുമില്ലാതെ അവൾ പറഞ്ഞത് എൻ്റെ ജീവിത പങ്കാളിയെ എന്നാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് പോലും. അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഓരോ കുടുംബജീവിതത്തിൻ്റെയും ഉൾക്കരുത്ത്. അതെ, അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന കുലീന ഭാവത്തിൻ്റെ അനുഭവമാണ് കുടുംബജീവിതം. അവസാനം വരെ ആരാണ് കൂടെ ഉണ്ടാകും എന്നത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. കൂടെയാകുവാനും കൂടെ ഇരിക്കുവാനും കൂടെ ഉണ്ടാകുവാനും കൂടെ ആയിരിക്കുവാനുമാണ് ഓരോ കുടുംബജീവിതവും. അവസാനം വരെ കൂടെ ആയിരിക്കണമെങ്കിൽ ഒട്ടേറെ പോരായ്മകൾ സഹിക്കുവാൻ നാമൊക്കെ തയ്യാറാകണം. കൂട്ടുകാരനെ ജീവിത പങ്കാളി ആക്കുന്നതിലല്ല, ജീവിത പങ്കാളിയെ കൂട്ടുകാരാക്കുന്നതിലാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ മഹത്വം. കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒപ്പം സമചിത്തതയും ആവശ്യമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ മാത്രമേ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലത്ത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. കുടുംബജീവിതം കൂടുതൽ ഊഷ്മളമാക്കാൻ അവസാനം വരെ കൂടെ ആയിരിക്കുവാനും കൂടെ ഉണ്ടാകുവാനും വേണ്ടി സ്നേഹവും കരുതലും സമചിത്തതയും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. സ്തുതിയായിരിക്കട്ടെ.